എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ്. ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ കൊടുത്തു. അത്തരമൊരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി. യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ അടിത്തറ അറബിയുടെ ചിന്താ പ്രകാശമാണ് എന്നത് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളീയ സമൂഹത്തിലേക്ക് ആസൂത്രിതമായി കടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ തകിടം മറിക്കുന്ന, പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന, വിവിധ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. പ്രസ്തുത പ്രോഗ്രാമുകളുടെ വിശദീകരണങ്ങൾ പല സന്ദർഭങ്ങളിലായി പലയിടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിർവഹിച്ചു വരുന്നു. ഇൻഷാ അല്ലാഹ് ആദർശ പ്രബോധനത്തെ ഗുണകാംക്ഷയോടുകൂടി കാണുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആവശ്യമെങ്കിൽ തുടരാനും തുടർത്താനും നാം പ്രതിജ്ഞാബദ്ധരാണ് എന്നത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വിശദമായ ഒരു വിഷയത്തെ അതിൻ്റെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയാവതരണത്തിന് സാധ്യമാകുന്ന ആരോഗ്യ പരിസരം അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ഇസ്ലാമിലെ പ്രമാണം ഖുർആനും പ്രവാചക തിരുചര്യയുമാണ്. ഒന്നാം പ്രമാണം ഖുർആനാണ്. രണ്ടാം പ്രമാണം പ്രവാചക തിരുചര്യയാണ്, സുന്നത്താണ്. രണ്ടാം പ്രമാണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും രണ്ടാം തരം പ്രമാണമാണ് എന്ന് മനസ്സിലാക്കരുത്. രണ്ടാമത്തെ പ്രമാണമാണ് എന്ന് മാത്രമേയുള്ളൂ. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് പ്രവാചകൻ്റെ തിരുചര്യ. പ്രവാചകനെ അനുസരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തെ പിന്തുടരുന്നതിന് തുല്യമാണ്. ഇതാഅത്തുർ റസൂൽ എന്നത് ഷഹാദത്തിൻ്റെ ഭാഗമാണ്. ഒരാളെ മുസ്ലിമായി പരിഗണിക്കുന്നതിനും പരിഗണിക്കാതിരിക്കുന്നതിനും അയാൾ പ്രവാചകൻ്റെ തിരുചര്യയെ എങ്ങനെ കാണുന്നു എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ടുതന്നെ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളെ തള്ളുകയോ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ് സുന്നത്തിൻ്റെ നിരാകരണം. ഖുർആൻ മാത്രമാണ് ഒരു വിശ്വാസിയുടെ മാർഗദർശനം എന്ന് പറയുന്ന ഖുർആൻ മാത്രവാദം, അത് ഒരു സത്യവിശ്വാസിക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 63-ാമത്തെ വചനത്തിൽ കാണാം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, എൻ്റെ മാർഗത്തിൽ നിന്ന്, തിരുചര്യയിൽ നിന്ന് എതിരായി നിൽക്കുന്ന ആളുകൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്.
അൻ തുസീബഹും ഫിത്ന, അവരെ പരീക്ഷണങ്ങൾ വലയം ചെയ്യുന്നത്, ഔ യുസീബഹും അദാബുൻ അലീം, ഭൗതിക ലോകത്ത് പാരത്രിക ലോകത്ത് കഠിനമായ വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നതും അവർ ജാഗ്രതയോടെ കാണണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ളതിനെ കലവറയില്ലാതെ സ്വീകരിക്കുക, ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ പ്രവാചക തിരുചര്യയോട് ഏതെങ്കിലും തരത്തിലുള്ള അളവ് പോലും മാനസികമായ അതൃപ്തിയുണ്ടാകരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വമാ ആതാകുമുർ റസൂലു ഫഖുദു, പ്രവാചകൻ എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളിൽ നിന്ന് വിരോധം പറഞ്ഞിട്ടുള്ള, എതിർത്തിട്ടുള്ള, നിഷേധിച്ചിട്ടുള്ള, നിരോധിച്ചിട്ടുള്ള ഏതൊന്നും അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ ചെയ്യേണ്ട മാർഗം അതാണ്. ഇല്ലെങ്കിൽ കഠിനമായ ശിക്ഷ പരലോകത്ത് അവരെ പിടിപെടാനുണ്ട്.